ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റെയിൽവേ പാളത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ കരിങ്കൽ ജെല്ലികൾ കൊണ്ടിടുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ അത് നന്നായിട്ട് പണിക്കാരെല്ലാം നിന്നിട്ട് ഇങ്ങനെ അതിനെ നന്നായിട്ട് റെയിൽവേ പാളത്തിൻ്റെ നടുവിലുള്ള സ്ലീപ്പറുകളുടെ അടിയിലേക്കും ഇരുമ്പ് വടി കൊണ്ടിങ്ങനെ കുത്തി കയറ്റി നിറച്ച് വെക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? എന്തുകൊണ്ടാണത്? അപ്പോൾ ഭാരമുള്ള വാഹനം ആയ ഈ തീവണ്ടി പല പല തീവണ്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമല്ലേ? അപ്പോൾ ഓടുമ്പോൾ ഈ പാളത്തിൽ അനുഭവപ്പെടുന്ന പ്രതിബലങ്ങളെ ചെറുത്ത് പാളത്തെ ലെവൽ തെറ്റാതെ സംരക്ഷിക്കുന്ന ഒരു സംരക്ഷണ കവചമാണ് ഈ ജെല്ലി എന്ന് പറയുന്നത് കേട്ടോ. കരിങ്കൽ ജെല്ലി ചില്ലറക്കാരനൊന്നുമല്ല കേട്ടോ. പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് പരിശോധന നടത്തണം. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനും സാധ്യതയുണ്ട്. ഒരു പാളത്തിലൂടെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങളല്ല തീവണ്ടി പോകുമ്പോൾ അതിൽ ഈ ജെല്ലുകൾ മാറാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പരിശോധന നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ചെറിയൊരു വണ്ടിയിൽ ഇങ്ങനെ പണിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പരിശോധന നടത്തുന്നുണ്ട്. പിന്നെ റെയിൽവേ പാളത്തിലൂടെ ട്രെയിൻ പോകുമ്പോൾ ഇങ്ങനെ കുലുക്കമോ മറ്റാഘാതങ്ങളോ ഒന്നും ഉണ്ടാകാതെ സംരക്ഷിക്കാനും ഈ കരിങ്കൽ ജെല്ലിക്ക് കഴിയും. പിന്നെ ഈ കരിങ്കൽ ജെല്ലിയിൽ നിന്ന് കിട്ടാത്ത സ്ഥലങ്ങളിൽ എന്താ ചെയ്യണമെന്നറിയോ? അഗ്നിപർവ്വത സമയത്തുണ്ടാകുന്ന ലാവ ഉണ്ടല്ലോ, ലാവ ഇങ്ങനെ തണുത്തുറഞ്ഞു കിടക്കും. അതിങ്ങനെ കട്ടയായിട്ട് ഇതേപോലെ പൊട്ടിച്ചിട്ട് ആണ് റെയിൽവേ പാളത്തിൻ്റെ അടിയിലിട്ട് കൊടുക്കുന്നത്. സ്ലീപ്പറിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇതിനെ പറയുന്ന പേരെന്താണെന്നറിയോ? ബെലാസ്റ്റ് എന്നാണ്. ഇതിൻ്റെ പറയുന്ന പേരെന്താണ്? ബെലാസ്റ്റ്. ഓക്കെ. അപ്പോൾ പുതിയ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ, ടാറ്റാ.